പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ എ ചിഹ്നമാണ്. അപ്പോൾ എ ചിഹ്നവും അത് വരുന്ന വാക്കുകളും നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ പഠിച്ചത് മലയാളത്തിലെ ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ എന്നുള്ള ചിഹ്നങ്ങളും അവയിൽ വരുന്ന വാക്കുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ ചിഹ്നമാണ്. എയുടെ ചിഹ്നം ഏതാണ്? ഇതാണ് എയുടെ ചിഹ്നം. എങ്കിൽ നമുക്ക് ഓരോരോ അക്ഷരങ്ങളിൽ എയുടെ ചിഹ്നം കൊടുക്കാം. ഇത് ഏതാണ് അക്ഷരം? ക. കായിൽ എയുടെ ചിഹ്നം കൊടുത്താൽ കെ എന്ന് വായിക്കണം. അടുത്ത അക്ഷരം നോക്കൂ, മാ. മായിൽ എയുടെ ചിഹ്നം കൊടുത്താൽ മേ എന്ന് വായിക്കണം. ത. തായിൽ എയുടെ ചിഹ്നം കൊടുത്താൽ തേ എന്ന് വായിക്കണം. പ. പായിൽ എയുടെ ചിഹ്നം കൊടുത്താൽ പേ എന്ന് വായിക്കണം. ച. ചായിലയുടെ ചിഹ്നം കൊടുത്താൽ ചേ എന്ന് വായിക്കണം. അടുത്ത അക്ഷരം വാ. വായിലയുടെ ചിഹ്നം കൊടുക്കാം വേ എന്ന് വായിക്കണം. എങ്കിൽ എ ചിഹ്നം വരുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് നോക്കാം. ഈ ചിഹ്നം വരുന്ന വാക്കുകൾ തേ, തേൻ, തേങ്ങ, തേന്മാവ്, തേൻ വണ്ട്, തേക്ക്. എങ്കിൽ മേ വരുന്ന വാക്കുകൾ നമുക്ക് നോക്കിയാലോ. മേ വരുന്ന വാക്കുകൾ മേഘം, മേലോട്ട്, മേനി, മേടം, മേയുന്നു, മേൽക്കൂര, മേട്. അടുത്ത് വേ വരുന്ന വാക്കുകൾ നോക്കാം. വേലി, വേട്ട, വേണം, വേനൽ, വേള, വേലക്കാരൻ, വേറെ. അടുത്ത് ചേ വരുന്ന വാക്കുകൾ നോക്കാം. ചേല, ചേര, ചേന, ചേർന്ന്, ചേറ്, ചേട്ടൻ, ചേച്ചി. പേ വരുന്ന വാക്കുകൾ നോക്കാം. പേന, പേര്, പേടി, പേര. അടുത്തതായി നമുക്ക് നേ, ലേ എന്നിവ വരുന്ന വാക്കുകൾ നോക്കാം. നേര്, നേരം, നേരെ, ലേലം, ലേപനം. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.